നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. സാറേ ഞാൻ തിരിച്ചു വിളിക്കാം. എന്തായി സാർ? അത് തന്നെയാണോ? അതെ, അവർ ഐഡന്റിഫൈ ചെയ്തു. കാണേ കാണാം. വേണ്ട സാറേ, എനിക്ക് കാണണ്ട. എൻ്റെ ഉള്ളൊരു ചിത്രമുണ്ട്, അത് മാറ്റാൻ ഞാൻ തയ്യാറല്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു നിത്യ. ഇപ്പോ വേണ്ട സാറേ, ആ മുഖം എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതാ നല്ലത്, അതാ എനിക്കിഷ്ടം. എന്താ സിദ്ധു, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നിത്യ ഇനി നമ്മുടെ കൂടെ ഇല്ല. ഞാനിപ്പോ ജനറൽ ഹോസ്പിറ്റലുണ്ട്. എനിക്ക് വേണ്ടി ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ഒന്ന് വേഗത്തിലാക്കി തരാൻ പറയണം ഇവിടുത്തെ സർജനോട്. അത് പറയാം. അതിനു മുമ്പ് എനിക്കറിയണം നിത്യക്ക് എന്താ സംഭവിച്ചതെന്ന്. അറിയില്ല. റെയിൽവേ ട്രാക്കിൽ ബോഡി കണ്ടുവെന്ന പോലീസ് പറയുന്നത്. എങ്ങനെ നിത്യ അവിടെ എത്തി, ആരെയും മരണത്തിന് കാരണം, ഇതൊന്നും ആർക്കും അറിയില്ല. പോസ്റ്റ്മോർട്ടം കഴിയണം. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഞാൻ അങ്ങോട്ട് വരാം. ശരി. ദേവിക കൂടെയുണ്ട്. അവളാകെ തകർന്നിരിക്കുക. നമ്മളാരും പ്രതീക്ഷിച്ചതല്ലോ ഇങ്ങനൊരു ദുരന്തം. ഞാൻ ഇറങ്ങി. എന്താ നിരഞ്ജൻ, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നു. നിത്യ അവള് പോയി സർ. ബോഡി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിലുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവളെ കാണാതായത് പന്തിയല്ല. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു കാണാതായിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു കാണാതാവലല്ല. ആ സുധി അപകടത്തിൽ മരിച്ചു.
ഇപ്പതാ ഈ കുട്ടി. വല്ലാത്ത ദുർവിധിയാണല്ലോ ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. കർമ്മഫലം അല്ലാതെന്താ? ആത്മഹത്യയാണോ കൊലപാതകമാണോ? അറിയില്ല. ആത്മഹത്യ ആയിരിക്കാനാണ് സാധ്യത. അല്ല, അതിനുള്ള കാരണങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നല്ലോ. എന്ത് കാരണങ്ങള്? കല്യാണം മുടങ്ങിയത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യോ? ശരത്തുമായുള്ള ബന്ധം നടക്കാതിരുന്നത് നന്നായെന്നുള്ള അഭിപ്രായമായിരുന്നു നെത്തിക്ക്. അക്കാരണം കൊണ്ട് അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്റെ അഭിപ്രായം അത് തന്നെ. കല്യാണമല്ല, പിന്നെ സ്വത്ത് പോയില്ലേ? ആ വീടും സ്ഥലം മനോഹരൻ ദേവികയുടെ പേരിൽ എഴുതി കൊടുത്തില്ലേ? ദേ, താൻ വെറുതെ അനാവശ്യം പറയരുത്. അതൊന്നുമല്ല. പിന്നെന്താ കാരണം? അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അപ്പ സംശയമുണ്ട് സംഗതി കൊലപാതകമാണ്. ആയിക്കോട്ടെ, എല്ലാ സംശയങ്ങളും അടുത്തന്നെ മാറില്ല. ഒട്ടും ധൃതിയില്ല, എല്ലാം പതുക്കെ തന്നെ മതി. അക്ഷര, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും കൂടി വരാം. അത് വേണ്ട, ഞാൻ വിളിക്കാം. എപ്പോഴാ പോസ്റ്റ്മോർട്ടം കഴിയാന്ന് പറയാൻ പറ്റില്ല. നീ വന്ന അത്രയും നേരം അവിടെ വെറുതെ നിൽക്കേണ്ടി വരും. അത് ശരിയാ മോളെ, മോൾ ആശുപത്രിയിലേക്ക് പോകണ്ട. ഇതിനെപ്പറ്റി അപവാദങ്ങൾ വല്ലതും പറഞ്ഞുണ്ടാക്കിയ സത്യം പുറത്തു വരുന്നവരെ മിണ്ടിപ്പോരുത്. മനസ്സിലായല്ലോ? മനസ്സിലായോന്ന്? എന്റെ വായ മൂടിക്കെട്ടാൻ പറ്റും, നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ? ഞാൻ മിണ്ടായിരുന്നോളാം. സാറ് ധൈര്യമായിട്ട് പോയിക്കോ. പ്രശ്നമാണ് സാറേ, മൊത്തത്തിലൊന്ന് കലങ്ങാൻ പോവുക. അതിന്റെ തുടക്കാണ് ഈ മരണം.